Hi all, today me Arya PS is going to take a seminar on the topic Kentel's coefficient of concordance. Okay. Kentel's W, also known as Kentel's coefficient of concordance, is a non-parametric statistics. So അത് പറയുന്നത് ഇത് ഈ Kentel's W അല്ലെങ്കിൽ Kentel coefficient of concordance എന്ന് പറഞ്ഞാൽ നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇറ്റ് ഈസ് എ നോർമലൈസേഷൻ ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ഫ്രീഡ്മാൻ ടെസ്റ്റിൻ്റെ ഒരു നോർമലൈസേഷൻ ആയിട്ടുള്ള ഒരു രീതിയാണിത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അസസിങ് എഗ്രിമെൻറ്റ്. ഈ റേറ്റേഴ്സിൻ്റെ ഇടയിൽ നമ്മൾ എഗ്രിമെൻറ്റ് അസസ് ഇത്ര ഇതുണ്ട്, അപ്പോൾ എത്ര എഗ്രിമെൻറ്റ് ലൈക്ക് എത്ര റേറ്റേഴ്സ് എന്തോരം റാങ്കാണ് അവർ കൊടുക്കണതെന്നൊക്കെ നമുക്ക് അസസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെൻറ്റിൽസ് W റേഞ്ചസ് ഫ്രം 0 to 1 ആണ് ആ ഒരു റേഞ്ച്. ലൈക്ക് 0 ആണെങ്കിൽ ദെൻ നോ എഗ്രിമെൻ്റ് ആണ്, അതായത് ദ ജഡ്ജസിൻ്റെ ഇടയിലൂടെ ഒരു എഗ്രിമെൻറ്റും ഇല്ല. ആൻഡ് ഇറ്റ് ഈസ് 1 ഇഫ് ദ റേഞ്ച് ഈസ് 1, അങ്ങനെയാണെങ്കിൽ അവിടെ കംപ്ലീറ്റ് എഗ്രിമെൻറ്റും ആണെന്നാണ് പറഞ്ഞേക്കണം. സപ്പോസ് നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഫോർ ഇൻസ്റ്റൻസ് ദാറ്റ് എ നമ്പർ ഓഫ് പീപ്പിൾ ഹാവ് ബീൻ ആസ്ക്ഡ് ടു റാങ്ക് എ ലിസ്റ്റ് ഓഫ് പൊളിറ്റിക്കൽ കൺസേൺ ഫ്രം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കുറച്ച് വ്യക്തികൾ നമ്മൾ എടുത്തിട്ട് നമ്മൾ അവരോട് ഒരു പൊളിറ്റിക്കൽ കൺസേൺ നമ്മൾ റാങ്ക് ചെയ്യണേണ്. ലൈക്ക് ഫ്രം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റിൽ നിന്നും ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്നൊരു രീതിയിലേക്ക് റാങ്ക് ചെയ്യുമ്പോൾ കെൻറ്റിൽസ് W നമുക്ക് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം ദീസ് ഡാറ്റ ഉപയോഗിച്ചിട്ട് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നത് W is equal to 1 ആണെങ്കിൽ, അതായത് എല്ലാ സർവേ റെസ്പോണ്ടൻസ്, അതായത് അതിന് റെസ്പോണ്ട് ചെയ്ത നമ്മളെടുത്ത ആ പർട്ടിക്കുലർ നമ്പർ ഓഫ് പേഴ്സൺസും ഹാവ് ബീൻ യുനാനിമസ്, അതായത് അവർ ഒരുപോലെ എഗ്രി ചെയ്യുന്നുണ്ട് ആ കാര്യത്തിൽ എന്നാണ് W is equal to 1 എന്നതിൻ്റെ അർത്ഥം. ഇപ്പോൾ അതിന് പകരം ഇഫ് W is equal to 0 then there is no overall trend of agreement among the respondents. ആ റെസ്പോണ്ടൻസിൻ്റെ ഇടയിൽ ഒരു എഗ്രിമെൻറ്റും ഇല്ല, അവർ യുനാനിമസ് ആയിട്ടുള്ള ഒരു റാൻഡം ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്തേക്കുന്നത്. സോ W is equal to 0 ആണെങ്കിൽ നോ എഗ്രിമെൻറ്റ്, ആൻഡ് W is equal to 1 ആണെങ്കിൽ ദെൻ കംപ്ലീറ്റ് എഗ്രിമെൻ്റ് ആണ്. അതായത് ദിസ് ഈസ് ഒരു നോൺ പാരാമെട്രിക് ആയിട്ടുള്ള ടെസ്റ്റാണ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ഇഫ് ദർ ഈസ് ആൻ എഗ്രിമെൻറ്റ് ഓർ കോൺകേർഡ്നെസ് എമംഗ് റേറ്റേഴ്സ് ഓർ ജഡ്ജസിൻ്റെ ഇടയിലോ റേറ്റേഴ്സിൻ്റെ ഇടയിലോ ഒരു കോൺകേർഡ്നെസ് എന്ന് വെച്ചാൽ ലൈക്ക് യൂണിറ്റി, ഒരു എഗ്രിമെൻ്റ് ഉണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു രീതി ഓഫ് ടെസ്റ്റിംഗ് ആണ് ഈ കെൻറ്റൽസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോൺകേർഡ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവിടെ ഇറ്റ്സ് W is equal to 1 ആണെങ്കിൽ എല്ലാവർക്കും ഹൈ എഗ്രിമെൻ്റ് ആണ്, W is equal to 0 ആണെങ്കിൽ നോൺ എഗ്രിമെൻ്റ് ആണ് എന്നുള്ളതാണ് എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നൗ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്, ദാറ്റ് ഈസ് W which is the Kentel's coefficient concordance is equal to W is equal to 12 summation of D square divided by M square into n square minus 1. This is the equation where ഇവിടെ W is equal to, അത് W എന്ന് പറഞ്ഞാൽ എന്താണ്? The coefficient of concordance. Now D is the difference between the individual sum of the rank of the raters or judges. അതായത് റേറ്റേഴ്സിൻ്റെ ജഡ്ജസിൻ്റെ ഇൻഡിവിജ്വലി ഉള്ള റാങ്ക് ആണ്. ആൻഡ് ദ ആവറേജ് ഓഫ് ദ സം ഓഫ് ദ റാങ്ക് ഒബ്ജക്റ്റ് ഓഫ് ഓർ ഇൻഡിവിജ്വൽസിൻ്റെ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ ആ റാങ്ക് എല്ലാം കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന സമ്മ്, അതാണ് D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നൗ നമ്മൾ കണ്ടു സമ്മേഷൻ ഓഫ് D സ്ക്വയർ അല്ലേ, ദാറ്റ് ഈസ് ദ സം ഓഫ് ദ സ്ക്വയർ ഓഫ് ദ ഡിഫറൻസ്. ആ ഡിഫറൻസിൻ്റെ സ്ക്വയറാണ് ഈ സമ്മേഷൻ ഓഫ് D സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. M എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ജഡ്ജസ് ആണ്. ഓക്കെ, നമ്പർ ഓഫ് ജഡ്ജസോ അല്ലെങ്കിൽ എന്തോരം റേറ്റേഴ്സ് ഉണ്ട്, ദാറ്റ് ഈസ് M. ആൻഡ് N ഈസ് ദ നമ്പർ ഓഫ് ഒബ്ജക്റ്റ് ഇൻഡിവിജ്വൽ ബീങ് റേറ്റഡ്. ഓരോ ഇൻഡിവിജ്വൽസിനും നമ്മൾ കൊടുക്കുന്ന ആ ഒരു റാങ്ക്, ദാറ്റ് ഈസ് N എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിളായിട്ട് ഈ ഒരു ഡാറ്റ എടുക്കുകയാണെങ്കിൽ നോക്കുക, ദ ഡാറ്റ ഓൺ ദ റാങ്കിങ് ഓഫ് 10 പ്രൊജക്ട്സ് ബൈ 4 ജഡ്ജസ് ആണ് ഫസ്റ്റ്. അതായത് 10 പ്രൊജക്ട്സ് ഉണ്ട്. ഓക്കെ, 10 പ്രൊജക്ട്സിന് 4 ജഡ്ജസ് റാങ്ക് ചെയ്തേക്കുന്ന ഒരു ടേബിളാണ് ഈ കണ്ടേക്കുന്നത്. ഫസ്റ്റ് കോളത്തിൽ നമുക്കറിയാം ഇൻഡിവിജ്വൽ പ്രൊജക്ട്സ്, ദെൻ 4 ജഡ്ജസ് ആണ്, ജഡ്ജസ് A B C D. ഓക്കെ, നൗ നമ്മളിവിടെ എന്താണ് നമ്മുടെ പ്രോബ്ലം? ഇസ് ദർ ഇസ് ആൻ എഗ്രിമെൻറ്റ് ഓർ കോൺകേർഡ്നെസ് എമംഗ് ദ 4 ജഡ്ജസ് റിഗാർഡിംഗ് ദ 10 പ്രൊജക്ട്സ്. അപ്പോൾ 10 പ്രൊജക്ട്സ് വന്നിട്ടുണ്ട്. ആ 10 പ്രൊജക്ട്സിൻ്റെ ഇടയിൽ ഈ 4 ജഡ്ജസിൻ്റെ ഇടയിൽ എന്തെങ്കിലും എഗ്രിമെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും യൂണിറ്റി ഉണ്ടോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാം. നൗ ഹിയർ ഇസ് എ ഹൈപ്പോത്തിസിസ് ഉണ്ട്. HO ലൈക്ക് ഐ തിങ്ക് HO എന്നാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്, വിച്ച് ഇസ് നൾ ഹൈപ്പോത്തിസിസ്. ദർ ഇസ് നോ എഗ്രിമെൻറ്റ്. HO എന്നാണ് വന്നെങ്കിൽ അതായത് അവിടെ ഒരു എഗ്രിമെൻ്റ് ഇല്ല, അതായത് ഈ ജഡ്ജസിൻ്റെ ഇടയിൽ പ്രൊജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു എഗ്രിമെൻ്റ് ഇല്ല. HA അങ്ങനെയാണ് വന്നെങ്കിൽ അവരുടെ ഇടയിൽ ഫുൾ എഗ്രിമെൻ്റ് ആണെന്നാണ് പറഞ്ഞേക്കണം. ഓക്കെ, സോ നമ്മളിത് എങ്ങനെയാണ് നോക്കണമെന്ന് വെച്ചാൽ ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഉണ്ട്, അതായത് ആൽഫ ഇസ് ഈക്വൽ ടു 0.05 ആയിരിക്കണം. DF അതായത് ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് ഈക്വൽ ടു M വിച്ച് ഇസ് ഈക്വൽ ടു 4 ആൻഡ് N ഇസ് ഈക്വൽ ടു 10. W 0.05 ഇസ് ഈക്വൽ ടു 0.44.
അത് നമുക്ക് നോക്കാം വരുമ്പം. ഇപ്പം നമ്മൾ ആ ഒരു ഡാറ്റേനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ നോക്കുക ഫസ്റ്റ് തന്നെ ടേബിളിൽ ഇൻഡിവിജ്വൽ പ്രൊജക്ട്സ് ആണ്. ഫസ്റ്റ് കോളത്തിൽ ഇൻഡിവിജ്വൽ പ്രൊജക്ട്സ് ഇറ്റ്സ് ഫ്രം 1 to 10 10 പ്രൊജക്ട്സ് ഉണ്ട്. ഓക്കെ, നൗ സെക്കൻഡ് കോളം നമ്മൾ ജഡ്ജസിൻ്റെ റാങ്ക് ആണ് കൊടുത്തേക്കുന്നത് ABCD. കണ്ട ABCD. അപ്പോൾ ഫസ്റ്റ് പ്രൊജക്റ്റിന് A കൊടുത്തേക്കണ റാങ്ക് 1, B കൊടുത്തേക്കണ റാങ്ക് 2, C കൊടുത്തേക്കണ റാങ്ക് D ആൻഡ് D കൊടുത്തേക്കണ റാങ്ക് 4. ഓക്കെ, ഇതാണ് ഇൻഡിവിജ്വൽ പ്രൊജക്ട്സ്. 1 to 10 ഉണ്ട്. ജഡ്ജസിൻ്റെ റാങ്കാണ്. ജഡ്ജസ് എത്ര പേരുണ്ട്? 4 പേരുണ്ട്, വിച്ച് ഇസ് ABCD. അപ്പോൾ ഓരോ പ്രൊജക്റ്റിനും ഓരോരുത്തർ കൊടുത്തേക്കുന്ന റാങ്ക്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് ജഡ്ജസ് റാങ്ക്. ഇനി നെക്സ്റ്റ് വന്നേക്കുന്ന സം ഓഫ് റാങ്ക്സ് ആണ്. സം ഓഫ് റാങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓരോ പ്രൊജക്റ്റിൻ്റെ ഓരോ ഇൻഡിവിജ്വൽസ്, അതായത് ഓരോ ജഡ്ജസിൻ്റെ റാങ്ക് നമ്മൾ ആഡ് ചെയ്ത് വരാം. അതായത് ഇപ്പോൾ ഫസ്റ്റ് പ്രൊജക്റ്റിൻ്റെ സം ഓഫ് റാങ്ക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? അപ്പം ജഡ്ജ് A കൊടുത്തേക്കണ റാങ്ക് 1 പ്ലസ് ജഡ്ജ് B കൊടുത്തേക്കണ റാങ്ക് 2 പ്ലസ് ജഡ്ജ് C കൊടുത്തേക്കണ 3 പ്ലസ് ജഡ്ജ് D കൊടുത്തേക്കണ 4 വിച്ച് ഇസ് ഈക്വൽ ടു 10. 1 + 2 + 3 + 4 ഇസ് ഈക്വൽ ടു 10. മനസ്സിലായി? അപ്പോൾ ഫസ്റ്റ് പ്രൊജക്റ്റിൻ്റെ റാങ്ക് സം ഓഫ് റാങ്ക് ടോട്ടൽ റാങ്ക് എല്ലാ ജഡ്ജസിൻ്റെയും കൂടെ റാങ്ക് കൂട്ടിയിട്ടുള്ളത് 10. സെയിം പ്രൊജക്റ്റ് 2 എടുക്കണമെങ്കിൽ പ്രൊജക്റ്റ് 2-ന് A കൊടുത്തേക്കണത് 3 ആണ്, B കൊടുത്തേക്കണ റാങ്ക് 1, C കൊടുത്തേക്കണ റാങ്ക് 2 ആൻഡ് D കൊടുത്തേക്കണ റാങ്ക് 2. അപ്പോൾ നമ്മൾ ഈ സം ഓഫ് റാങ്ക് എന്ന് പറഞ്ഞാൽ ഈ ഫുൾ ജഡ്ജസും കൊടുത്തേക്കണ റാങ്ക്സ് ആഡ് ചെയ്യുക, വിച്ച് ഈസ് 8. ദാറ്റ് ഈസ് 3 + 1 + 2 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. അപ്പോൾ അങ്ങനെ നമ്മൾ സം ഓഫ് റാങ്ക് കണ്ടുപിടിച്ചു. ഇനി സം ഓഫ് റാങ്കിൻ്റെ ടോട്ടൽ എടുക്കാം. ടോട്ടൽ ഇൻ ദ സെൻസ് 10 + 8 + 12 + 16 + 21 + 22 + 25 + 31 + 37 + 38 എടുക്കുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 220 എന്ന് നമുക്ക് ആൻസർ കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു 220. ദാറ്റ് ഈസ് സിഗ്മ R ഇസ് ഈക്വൽ ടു 220 കിട്ടി. ഇനി നമുക്ക് വെറും R കണ്ടുപിടിക്കാം. വെറും റാങ്ക് R ഇസ് ഈക്വൽ ടു എന്താണ്? 220 ഡിവൈഡഡ് ബൈ 10. 10 എന്താണ്? 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നമ്പർ ഓഫ് പ്രൊജക്ട്സ് ആണ്? അതാണ് 10. നമ്പർ ഓഫ് പ്രൊജക്ട്സ് 10 ആണ്. അപ്പോൾ സിഗ്മ R 220 ആണ്. അപ്പോൾ R ഇസ് ഈക്വൽ ടു ഈ 220 ഡിവൈഡഡ് ബൈ 10 വിച്ച് ഇസ് ഈക്വൽ ടു 22 എന്ന ആൻസർ കിട്ടി. സോ R ഇസ് ഈക്വൽ ടു 22. ഇനി നമുക്ക് D ആണ് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ വൈസ് D കണ്ടുപിടിക്കണം. സോ R മൈനസ് സം ഓഫ് റാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണ് D. ആറിൽ നിന്ന്, അതായത് R എന്ന് പറഞ്ഞാൽ 22 ആണ്, മൈനസ് സം ഓഫ് റാങ്ക്സ് ഓരോ പ്രൊജക്റ്റിൻ്റെ സം ഓഫ് റാങ്ക്സ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? D കിട്ടും. നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇൻഡിവിജ്വൽ പ്രൊജക്റ്റ് ആയിട്ടുള്ള 1ൻ്റെ പ്രൊജക്റ്റ് എടുക്കുവാണ്. 1ൻ്റെ റാങ്ക് എത്രയാണ്? 10 അല്ലേ? 10 ആണ് 1ൻ്റെ റാങ്ക്, ഫുൾ സം ഓഫ് റാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആൻഡ് നമ്മൾ കണ്ടുപിടിച്ച R ഇസ് 22 ആണ്. അപ്പോൾ 22 - 10 വിച്ച് ഇസ് ഈക്വൽ ടു 12. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ റാങ്ക് ഇപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ 2ൻ്റെ പ്രൊജക്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കുള്ള R നമ്മൾ കണ്ടുപിടിച്ചേക്കണം. R ഇസ് ഈക്വൽ ടു 22 ആണ്. അവർക്ക് കൊടുത്തേക്കണ സം ഓഫ് റാങ്ക് 2, പ്രൊജക്റ്റ് 2-ന് കൊടുത്തേക്കണ സം ഓഫ് റാങ്ക് ഇസ് 8. സോ 22 - 8 14. നെക്സ്റ്റ് പ്രൊജക്റ്റ് 3 എടുക്കണമെങ്കിൽ നമ്മൾ ഓൾറെഡി ഈ സെയിം ആണ് കേട്ടോ. ഈ R എന്ന് പറയുന്ന 22 എല്ലാത്തിനും സെയിം ആണ്. ആ 22 മൈനസ് സം ഓഫ് റാങ്ക് എത്ര? 3യുടെ 12. അപ്പോൾ 22 - 12 വിച്ച് ഇസ് ഈക്വൽ ടു 10. അപ്പോൾ അങ്ങനെ നമ്മൾ D കണ്ടുപിടിച്ച്. ഇനി സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് Dയുടെ D സ്ക്വയർ കണ്ടുപിടിക്കണം അല്ലേ? നമ്മുടെ ഇക്വേഷനിൽ അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. D സ്ക്വയർ ആണ്. സോ D സ്ക്വയർ കണ്ടുപിടിക്കുക സിമ്പിൾ. ലൈക്ക് 12ൻ്റെ സ്ക്വയർ എത്ര? 12 × 12 അതാണ് 144 ആണ് ആൻസർ. ദെൻ 14 × 14 196, 10 × 10 100, 6 × 6 36. അങ്ങനെ നമ്മൾ ഓരോ റാങ്കും കണ്ടുപിടിച്ച് ലൈക്ക് D സ്ക്വയറും കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ഈ D സ്ക്വയർ എല്ലാം കൂടി സം ചെയ്യാം. ഈ D സ്ക്വയർ എല്ലാം കൂടി സം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 1048. മനസ്സിലായി? സമ്മേഷൻ ഓഫ് D സ്ക്വയർ ഇസ് ഈക്വൽ ടു 1048. അപ്പോൾ നമ്മൾക്ക് ഇക്വേഷന് വേണ്ടിയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഇക്വേഷനിലേക്ക് എന്താണ് ഇതിനെ ആഡ് ചെയ്യാൻ പോവുക, അതായത് നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ ഇടാൻ പോവുകയാണ്. സോ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? W ഇസ് ഈക്വൽ ടു, അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് കോൺകർഡൻസ് ഇസ് ഈക്വൽ ടു 12 summation of D square divided by M square n square minus 1 is equal to നമ്മൾ ഓരോന്നിനും അപ്ലൈ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ 12 ആണ്, അത് അതേപോലെ തന്നെ എടുത്തെഴുതുക. ഇൻറ്റു സമ്മേഷൻ ഓഫ് D സ്ക്വയർ അല്ലേ? D സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു D സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? 1048 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച 1048 ഡിവൈഡഡ് ബൈ M സ്ക്വയർ അല്ലേ? M സ്ക്വയർ നമുക്കറിയാം. നമ്മൾ ഇത് സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. M എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ജഡ്ജസ് റേറ്റേഴ്സ്, എത്ര ജഡ്ജസ് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ നോക്കണം. എത്ര ജഡ്ജസ് ഉണ്ടായി? നമുക്ക് ABCD 4 ജഡ്ജസ് ഉണ്ട്. അപ്പോൾ നമുക്ക് M സ്ക്വയർ ആണ്. സോ 4 × 4 വിച്ച് ഈസ് 16. നെക്സ്റ്റ് ഈസ് N.
n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് എത്രയാണ് നമുക്ക് ഉണ്ടായിരുന്ന നമ്പർ ഓഫ് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ എന്തോരം ഇൻഡിവിജ്വൽ ബീങ് റേറ്റഡ് റാങ്ക് എത്ര ഒബ്ജക്ട്സ് ആണ് ഉണ്ടായിരുന്നത് 10 പ്രൊജക്ട്സ് ആണ് ഉണ്ടായിരുന്നത് ദാറ്റ് ഈസ് n വിച്ച് ഇസ് 10 ഇൻറ്റു n സ്ക്വയർ n എത്രയാണെന്ന് നമുക്കറിയാം 10 അറിയാം അപ്പോൾ 10 ഇൻറ്റു 10 ഇറ്റ്സ് n സ്ക്വയർ ദാറ്റ് ഈസ് 100 നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ n സ്ക്വയർ മൈനസ് 1 അപ്പോൾ 100 മൈനസ് 1 വിച്ച് ഇസ് 99 അപ്പോൾ നമുക്ക് 12 ഇൻറ്റു 576 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 840 കിട്ടും. സോ ആ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 0.79 എന്നൊരു ആൻസറാണ് നമുക്ക് കിട്ടണം. സോ ഇതാണ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്ന ആൻസർ കേട്ടോ. ഇനിയുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് റിജക്റ്റ് എച്ച് ഒ ആൻഡ് അക്സെപ്റ്റ് എച്ച് എന്നുള്ളൊരു സംഭവം, അതായത് ഇപ്പോൾ എഗ്രിമെൻറ്റിൻ്റെ ബേസ് ആയിട്ടുള്ള ഇപ്പോൾ എന്തോരം എഗ്രി ചെയ്യുന്നുണ്ട് എന്തോരം എഗ്രി ചെയ്യുന്നില്ല എന്ന ബേസിലാണ് അത് വന്നത്. നമുക്ക് നോക്കാം. ദ കമ്പ്യൂട്ടഡ് ഡബ്ല്യു ഓഫ് 0.79 ഈസ് ഗ്രേറ്റർ. ഈ 0.79 എന്ന് പറഞ്ഞാണ് നമുക്ക് കിട്ടിയ ആൻസർ അല്ലേ. അത് എന്തിനോട് ഗ്രേറ്റർ ആണ്? നമ്മ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആൽഫ ഇസ് ഈക്വൽ ടു 0.05 0.44 ആണ്. അതിനെക്കാട്ടിലും ഈ 0.79 ഈസ് ഗ്രേറ്റർ. നമ്മുടെ ഡിഗ്രി. സോ ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വിത്ത് എം ഇസ് ഈക്വൽ ടു 4 n ഇസ് ഈക്വൽ ടു 10 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. അതുകൊണ്ട് തന്നെ ഈ നമ്പറായ 0.05 എന്നതിനെക്കാട്ടിലും ഗ്രേറ്റർ ആയിട്ടുള്ള 0.7 ആയതുകൊണ്ട് തന്നെ ദേ റിജക്റ്റ് ദ നൾ ഹൈപ്പോത്തിസിസ്. അതായത് ദേ റിജക്റ്റ് എച്ച് ഒ എന്ന ഹൈപ്പോത്തിസിസിനെ എന്താണ് റിജക്റ്റ് ചെയ്യാണ്. ദേ റിജക്റ്റ് ദ നൾ ഹൈപ്പോത്തിസിസ് ഇൻ ദ ഫേവർ ഓഫ് ദി റിസർച്ച് ഹൈപ്പോത്തിസിസ്. ഇൻ ഫേവർ ഓഫ് റിസർച്ച് ഹൈപ്പോത്തിസിസ് ദേ റിജക്റ്റ് ദ നൾ ഹൈപ്പോത്തിസിസ്. ദിസ് മീൻസ് ദാറ്റ് ദർ ഈസ് ആൻ എഗ്രിമെൻറ്റ് ഓർ കോൺകർഡൻസ് ഓഫ് ദ 4 ജഡ്ജസ് പ്രോജക്റ്റ് റിഗാർഡിംഗ് ദ 10 പ്രോജക്റ്റ്. 10 പ്രോജക്റ്റിനെ റിഗാർഡ് ചെയ്ത് 10 പ്രോജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ജഡ്ജസിൻ്റെ ഇടയിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു യൂണിറ്റി ഉണ്ട്, ഒരു കോൺകർഡൻസ് ഉണ്ടെന്നാണ് ഈ ടെസ്റ്റ് പ്രൂവ് ചെയ്തത്. ബിക്കോസ് ദ കമ്പ്യൂട്ടർ ആയിട്ടുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് കോൺകർഡൻസ് ഈസ് ഗ്രേറ്റർ 0.79 ആണ് നമുക്ക് കിട്ടേണ്ടത്. 0.05 ഒരു 0.44നെക്കാട്ടിലും 44നെക്കാട്ടിലും ഇസ് ഗ്രേറ്റർ 0.7. സോ ദേ റിജക്ട് ദ നൾ ഹൈപ്പോത്തിസിസ് ആൻഡ് they are in favor of the research hypothesis, which means there is an agreement or concordance between the 4 judges. Okay, regarding the 10 projects. So it implies that project number 2 gets project number 2 എന്ന പ്രൊജക്ട് നമ്പറിനാണ് റാങ്ക് 1 കിട്ടുന്നത്. പ്രൊജക്ട് നമ്പർ 10 ദ ലാസ്റ്റ് റാങ്ക്. പ്രൊജക്ട് നമ്പർ 10നാണ് ലാസ്റ്റ് റാങ്ക് കിട്ടണത്. സോ ഇതാണ് നമ്മുടെ കെൻഡൽസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോൺകർഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ താങ്ക് യു ഓൾ. ഐ ഹോപ്പ് ഓൾ യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.